ഹായ് ഓൾ നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ പി എസ് സിയുടെ തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. പി എസ് സി ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവര്, പി എസ് സിക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവര് എങ്ങനെയാണ് നമ്മൾ പി എസ് സിയുടെ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ പി എസ് സിയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, കേരള പി എസ് സി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന www.kerala.psc.gov.in എന്നുള്ളതാണ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്നതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുറേ ഡീറ്റെയിൽസ് കാണും. വൺ ടൈം രജിസ്ട്രേഷൻ, അനൗൺസ്മെൻറ്റ്, അപ്ഡേറ്റ്, അപ്പോൾ അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് കാണും. അപ്പോൾ ഇവിടെ കാണുന്ന ഈ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ലോഗിൻ, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വിൻഡോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ വിൻഡോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് രജിസ്റ്റേർഡ് യൂസേഴ്സിന് ലോഗിൻ ചെയ്യാനുള്ള വിൻഡോ ആണ്. അപ്പോൾ ഈ വിൻഡോയിൽ ഏറ്റവും താഴെ ഇവിടെയായിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണും, ഈ സൈനപ്പിന് ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പി എസ് സി നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു വട്ടം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ലോഗിൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ലോഗിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണും, ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ് ആക്റ്റീവായിട്ടുള്ളത്, നമ്മളതിന് എലിജിബിൾ ആണോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ യൂസർ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം, രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ വേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രജിസ്ട്രേഷന് മുന്നായിട്ട് നമുക്ക് വേണ്ടത് ഫോട്ടോഗ്രാഫ് വേണം. നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ് മാക്സിമം 30 KB, അതുപോലെ അതിൻ്റെ സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. 150 വിഡ്ത്ത്, 200 ഹൈറ്റ് പിക്സൽസിലുള്ള JPG ഫോർമാറ്റിലുള്ള ഇമേജാണ് നമ്മുടെ ഫോട്ടോഗ്രാഫ് വേണ്ടത്. അപ്പോൾ ആ ഫോട്ടോഗ്രാഫിൽ നമ്മുടെ പേര്, അതുപോലെ ഫോട്ടോ എടുത്ത ഡേറ്റും താഴെയായിട്ട് കാണിച്ചിരിക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ ഒരു വെള്ള പേപ്പറിൽ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് 30 KB സൈസിൽ 150x100 പിക്സൽ സൈസിൽ JPG ഫോർമാറ്റിലുള്ള നമ്മുടെ നമ്മുടെ സിഗ്നേച്ചറിൻ്റെ ഇമേജ് നമുക്ക് വേണം. ഇത് രണ്ടും നമ്മളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ്. അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്സ്, ഇലക്ട്രൽ ID, പാൻ കാർഡ്, പെൻ കാർഡ്, ആധാർ. അപ്പോൾ നമുക്ക് ആധാറും ഇലക്ട്രൽ IDയും മതി ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു ഇത് മതി. ആധാർ മാൻഡേറ്ററി ആണിപ്പോൾ. അപ്പോൾ ആധാർ, ഇതുപോലുള്ള ഡീറ്റെയിൽസ്, ഇതുപോലുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ലിങ്കിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ന്യൂ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ആണ് നമ്മുടെ പേര്, ഇനിഷ്യൽസ് അറ്റ് ദി എൻഡ്. അപ്പോൾ പേരും ഇനിഷ്യലും ആ വരുന്ന രീതിയിലാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത്. ആദ്യം ഒരു വട്ടം പേര് കൊടുക്കണം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ജെൻഡർ, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, നമ്മുടെ റിലീജിയൻ ഏതാണ്, നമ്മുടെ കാസ്റ്റ് ഏതാണ്, സബ് കാസ്റ്റ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ റിസർവേഷൻ ഗ്രൂപ്പ് ഏതാണ് വരുന്നത്, നമ്മുടെ ID പ്രൂഫ് ഏതാണ് നമ്മുടെ കയ്യിലുള്ളത്, അപ്പോൾ ID പ്രൂഫിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ ആധാർ നമ്പർ ആണെങ്കിൽ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ആധാർ നമ്പർ, നമ്മുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ. അപ്പോൾ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇമെയിൽ ID, മൊബൈൽ നമ്പറും ആയിരിക്കണം കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ ഫ്യൂച്ചറായിട്ടുള്ള എല്ലാ കറസ്പോണ്ടൻസും PSC വഴി നടക്കുന്നത് ഈ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് OTP വരുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള, നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മൾ സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും എല്ലാം കൊടുക്കുക. ഫോട്ടോ, സിഗ്നേച്ചർ കൊടുക്കുക. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, അഡ്രസ് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ,
ഓക്കെ, ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. നമ്മുടെ ആധാർ നമ്പരും നമ്മുടെ മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും കൊടുക്കുമ്പോൾ നമുക്ക് OTP വരും. OTP വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ 10 വർഷമായിരിക്കും നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരു വട്ടം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ 10 വർഷത്തേക്ക് പ്രാബല്യമുള്ള ഫോട്ടോയാണ്. അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അതായത് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. അപ്പോൾ അതിനുശേഷം ആധാർ നമ്പരും മൊബൈൽ നമ്പരും നമ്മുടെ ഇമെയിൽ ID നമ്മൾ വെരിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ വെരിഫൈ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു യൂസർ ID യും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും അടുത്ത് കാണിക്കുന്നത്. നമ്മൾ OTP വെച്ച് നമ്മുടെ ഇമെയിലും മൊബൈൽ നമ്പരും വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു യൂസർ ID യും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ നമുക്ക് ഓർത്തിരിക്കുന്ന ഒരു യൂസർ നെയിം നമ്മൾ കൊടുക്കുക. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഡീറ്റെയിൽസ് കൊടുക്കുക, അത് 2 വട്ടം കൺഫേം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പാസ്വേഡും സെറ്റ് ചെയ്യുക. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഒരു ഡിക്ലറേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ക്യാപ്ചയും കൂടെ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ രജിസ്റ്റർ കൊടുക്കുക. അപ്പോൾ രജിസ്റ്റർ കൊടുക്കുമ്പോഴത്തേക്ക് ബേസിക്കായിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് യൂസർ ID യും പാസ്വേഡും വെച്ചിട്ട് നമ്മുടെ മൊബൈൽ നമ്പരും ഇമെയിൽ ID യും വെച്ച് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും ഇത്രയും സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ യൂസർ ID യും പാസ്വേഡും വെച്ച് നമ്മൾ മുമ്പേ ആദ്യം കണ്ട ഹോം പേജിലേക്ക് വന്നിട്ട് അവിടുന്ന് നമ്മൾ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. അപ്പോൾ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് പോകും. അപ്പോൾ പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഈ ഒരു വിൻഡോ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. ആദ്യം ചോദിക്കുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മുടെ പേര്, ഇപ്പോൾ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ SSLCയിലുള്ള അതേപോലെ തന്നെ കൊടുക്കണം. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ജെൻഡർ, റിലീജിയൻ ഏതാണ്, കാസ്റ്റ് ഏതാണ്, സബ് കാസ്റ്റ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ റിസർവേഷൻ ഗ്രൂപ്പ് ഏതാണ്. അപ്പോൾ സബ് കാസ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് റിസർവേഷൻ കാണിക്കും, ഏതാണെന്നുള്ളത് കാണിക്കും. അതുപോലെ നമ്മുടെ ഫാദറിൻ്റെ നെയിം, മദറിൻ്റെ നെയിം, ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ SSLCയിലുള്ള പോലെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് നമുക്ക് വെരിഫിക്കേഷൻ ടൈമിലൊക്കെ അത് നോക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, നാഷണാലിറ്റി കൊടുത്തിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് ബേസിക് ആയിട്ടുള്ള നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുത്തത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിനകത്ത് നമ്മുടെ വീട്ടുപേര്, അതുപോലെ തന്നെ അഡ്രസ് ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. താലൂക്ക്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, ലോക്കൽ ബോഡി ഏതാണ്, പഞ്ചായത്താണോ കോർപ്പറേഷനാണോ, വില്ലേജ് ഏതാണ്, അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കൊടുത്തിട്ട് നമ്മൾ പ്രസൻറ്റ് അഡ്രസ്സും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം ആണോ ആണെങ്കിൽ ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്. ടിക്ക് ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ റിസൈഡിങ് അഡ്രസ്സ്, നമ്മൾ താമസിക്കുന്ന അഡ്രസ്സും നമ്മുടെ ഒറിജിനൽ അഡ്രസ്സും സെയിം ആണെങ്കിൽ ടിക്ക് ചെയ്താൽ അത് വീണ്ടും കാണിക്കും. അതിൽ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മളെ പ്രസൻറ്റ് അഡ്രസ്സ് വ്യത്യാസമുണ്ടെങ്കിൽ അത് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ പ്രസൻറ്റ് അഡ്രസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന അഡ്രസ്സും, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒഫീഷ്യൽ അഡ്രസ്സ്, നമ്മുടെ ഡോക്യുമെൻറ്റ്സിലൊക്കെ ഉള്ള അഡ്രസ്സാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൊടുത്തതിന് ശേഷം ഡീറ്റെയിൽസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ്, ഇത് പഴയ ഇതാണ്, ഈ ഒരു സ്റ്റെപ്പ് വീണ്ടും കാണിക്കണമെന്നില്ല, നമ്മൾ ഓൾറെഡി കൊടുത്തതാണ്. ഇത് പഴയ ഒരു ഇൻസ്ട്രക്ഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫ്. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ മുമ്പേ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഫോട്ടോഗ്രാഫിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു. അതിൻ്റെ ഏറ്റവും ബോട്ടമിലായിട്ട് ഇതുപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പെയിൻറ്റിൽ ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോട്ടോയുടെ സൈസ് നമ്മൾ പറഞ്ഞു, ആ ഒരു സൈസിലായിരിക്കണം ഫോട്ടോ JPG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് ഐ അഗ്രി കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോ കറക്റ്റ് ആണെങ്കിൽ അത് അപ്ലോഡ് ആവും. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, അപ്ലോഡ് ആയില്ലെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽസ് കാണിക്കും. ഓക്കെ, എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കും. അപ്പോൾ ഫോട്ടോയുടെ സൈസ് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, 150x200 പിക്സൽ സൈസിലായിരിക്കണം സ്കാൻ ചെയ്തത്. 30 KB കൂടാൻ പാടില്ല. ഈ സൈസിൽ നമ്മൾ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു അതിന് സാമ്പിളാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ പേര് ഇതുപോലെ കാണിക്കണം, അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത ഡേറ്റ് ഇതുപോലെ കാണിക്കണം. അപ്പോൾ അടുത്ത വിൻഡോയിൽ ഈ ഫോട്ടോഗ്രാഫ് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റായിട്ട് കാണിക്കും. കാണിച്ചതിന് ശേഷം നമ്മളിവിടെ നെയിം അസ് ഇൻ യുവർ ഫോട്ടോഗ്രാഫ്, ഫോട്ടോഗ്രാഫിൽ നമ്മൾ ടൈപ്പ് ചെയ്ത പോലെ നമ്മുടെ പേരും അതുപോലെ തന്നെ
ഫോട്ടോ എടുത്ത ഡേറ്റ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് ഇവിടെ നമ്മൾ കയറ്റിയ ഫോട്ടോയിൽ കയറ്റിയ അതേ എന്താണ് ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ 3 ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ എല്ലാം ടിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ സിഗ്നേച്ചറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 150x100 പിക്സലാണ്. 30 KB കൂടാൻ പാടില്ല. സ്കാൻ ചെയ്ത ഇമേജ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു സൈസിൽ സ്പെസിഫിക്കേഷനിൽ ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്ലോഡ് ചെയ്യാൻ നേരത്ത് 150x100 JPG ഫോർമാറ്റ്, മാക്സിമം സൈസ് 30 KB. അപ്പോൾ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്ത് കാണിക്കുന്നത്. അത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ, കറക്റ്റ് സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ ഈ ഒരു വിൻഡോ വരും, സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്നുള്ള വിൻഡോ വരും. ഓക്കെ, അപ്പോൾ സിഗ്നേച്ചറും ഫോട്ടോയും കാണിക്കും. അപ്പോൾ അവസാനം ഒരു ഡിക്ലറേഷൻ കാണും. ഓക്കെ, ആ ഡിക്ലറേഷനോട് ടിക്ക് ചെയ്തിട്ട് നമ്മൾ പ്രിൻ്റ് രജിസ്ട്രേഷനാണ് കൊടുക്കേണ്ടത്. പ്രിൻ്റ് രജിസ്ട്രേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽ ആണ് കൊടുത്തതെന്നുള്ളത് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് സിഗ്നേച്ചറും കൂടെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് PSCയുടെ തുടക്കക്കാർ നമ്മൾ ആദ്യമായിട്ട് PSCക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്ത് ആക്റ്റീവായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ നോക്കുന്നതും അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ പിന്നീട് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ PSCയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.